എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ സ്ഥിരമായിട്ട് ഞങ്ങൾ അരി മേടിക്കാൻ പോകുന്ന സ്ഥലത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് മാള റൂട്ടിലാണ്. മാള റൂട്ടിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ മില്ല് നിൽക്കുന്നത്. പുത്തഞ്ചിറ കുത്തരി എന്നാണ് ആ സ്ഥാപനത്തിൻ്റെ പേര്. അത് ഏകദേശം അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് സ്ഥിരമായിട്ട് ആവശ്യമുള്ള അരികളും, അതും 100% 50% അത് 40% എത്ര ആയാലും അവർ നമ്മൾ ആവശ്യപ്പെട്ട ശതമാനത്തിനനുസരിച്ച് അരിന്മേൽ തവിട് വെച്ചിട്ട് നമുക്കത് കുത്തിച്ചു തരും. അത് പുഴുക്കല്ലരും ഉണ്ട്, പച്ചരും ഉണ്ട്. ഇപ്പോൾ നമ്മൾ മില്ലിലേക്ക് ഇതാണ് അതിൻ്റെ ബോർഡ്. പുത്തഞ്ചിറ കുത്തരി, പിണ്ടാണി, തെക്കുമുറി, പുത്തഞ്ചിറ. ബോർഡ് കറക്റ്റ് എടുത്തോ. നമ്മൾ പറഞ്ഞ സ്ഥാപനം ജൈവ അരികൾ ലഭിക്കുന്ന ഇടം. നമ്മൾ ആവശ്യപ്പെടുന്ന അളവിൽ തവിടി വെച്ചിട്ട് കുത്തി തരും. തൊന്നി വായോ ബാക്കിയുള്ള കാണിച്ചു. അപ്പോൾ തേപ്പ് പറഞ്ഞിട്ടാ എന്നിട്ടകത്ത് കയറിയാണ്ട് ഈ കാരണം ഇവിടെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ആയതുകൊണ്ട് ചെരുപ്പിട്ടിട്ട് കയറാൻ അനുവദിക്കില്ല. അപ്പോൾ ഇത് പുഴുങ്ങിയതല്ലല്ലോ ഇതൊക്കെ. ഇതൊക്കെ പുഴുങ്ങിയത്. ഇത് ഏതാ നെല്ലിൻ്റെ പേര്? ഇത് പൗർണമി ഇനത്തിലുള്ള പുഴുങ്ങിയ നെല്ലുകളാണ്. ഈ മെഷീൻ നമ്മൾ കല്ല് കളയാനല്ലേ ഇത്? ഇത് കല്ലരിക്കുന്ന മെഷീനാണ്. സ്ട്രക്ചർ ഇതാണ് നെല്ല് കുത്തിച്ചേരുന്നത്. നമ്മൾ ആവശ്യപ്പെടുന്ന അളവിൽ തവിട് വെച്ചിട്ട് നെല്ല്. അത് 3 വിഷയം. ഇവിടെ എത്ര തരം നെല്ലുകളാണ് സ്ഥിരമായിട്ട് നമ്മൾ അരിയേറ്റ് കൊടുക്കാറ്? എല്ലാ തരമുണ്ട്. ജ്യോതി, പൗർണമി, ഉമ, ശ്രേയസ്, പഴയ പട്ടാമ്പി ഉണ്ട്. പിന്നെ പഴയ നെല്ലുകളുണ്ടാ? പഴയത് പണ്ടത്തെ നെല്ലുകൾ നമുക്ക് വരണില്ല. അല്ല തവളക്കണ്ണൻ അതൊക്കെ വരവാണ്. വല്ലവരും പൂങ്ങാൻ കൊണ്ടുവന്നാലും അത് കിട്ടുള്ളൂ. നമ്മുടെ ആൾക്കാരും കൃഷി ചെയ്യുന്നത്. ഇവിടെ സ്ഥിരമായിട്ട് കൃഷി ചെയ്യുന്നത് ഏതാ? ഒക്കെ പൗർണമിയും പൊന്മണിയൊക്കെയാണ്. ശ്രേയസ്, ഉമ, അതൊക്കെ ജ്യോതി അതൊക്കെ ഉള്ളു. ഇവിടെ പുറമൊന്ന് കണ്ടമാനം പേര് കുത്തിക്കാൻ കൊണ്ടുവരാറില്ല. പിന്നെ വേറെ സ്ഥലമല്ലോ കൊടുങ്ങല്ലൂർ ഭാഗത്ത്. എനിക്കറിയില്ല എവിടെ. കൊടുങ്ങല്ലൂർ അമ്പലത്തിനൊക്കെ നെല്ല് കുത്താൻ വരാറില്ല. പിന്നെ നമ്മുടെ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തില് പെരിങ്ങോട്ട് അങ്ങനെ കുറെ സ്ഥലങ്ങളിൽ നെല്ല് കുത്താൻ. ഇത് 3 ഒരേ തരം മെഷീനല്ലേ? 10 തരം അരികൾ ഇവിടെ നെല്ലുകൾ സൂക്ഷിക്കുന്നുണ്ട്. ഇതിൽ പലരും കുത്തിക്കാൻ കൊണ്ടുവന്ന് കൊടുത്തുള്ള നെല്ലുകളാണ്. പിന്നെ ഇവിടെ കുത്തിച്ചൊക്കെ പലതരം ഓരോരുത്തർ ഡെന്നീസ്, ഓരോരുത്തർ പേരേജില്ലോ ബിലീഷ്, കുത്തിച്ച് വെച്ച നെല്ലുകളാണ് ഇതെല്ലാം. നല്ല അരി ഭൂമി കളയണ സ്ഥലം കണ്ടില്ലേ? ഫുള്ളൂമി. ഇത് മാത്രമേ കളയുള്ളൂ. പിന്നെ ചിലവർ കുത്തിക്കാൻ കൊണ്ടുവരും. അവർക്ക് തവിട് കളയാറുണ്ട്. ആ തവിട് നമ്മൾ മേടിക്കാറുണ്ട്, നമ്മുടെ കച്ചവടം നടത്താറുണ്ട്. ഇത് പുഴുങ്ങിയിട്ട് ഉണക്കാനിട്ടിരിക്കുന്ന നെല്ലാണ്. പരമ്പരാഗത രീതിയിലാണ് ഇവിടെ നെല്ല് ഉണക്കുന്നത്. അതുപോലെ തന്നെയാണ് ഇവിടെ നെല്ല് ഒരു ദിവസത്തോളം അവർ കുതിരാനിട്ടിടും വെള്ളത്തിൽ. കണ്ടില്ല? ഈ വെള്ളത്തിന് മീതെ വന്നിക്കുന്നത് ഉമി കോരി കളഞ്ഞിട്ട് നല്ല നെല്ല് മാത്രമാണ് പുഴുങ്ങാൻ ഉപയോഗിക്കും. 3 മണിക്കൂറോളം വേണം നെല്ല് പുഴുങ്ങാൻ. ഈ പാത്രത്തിലാണ് പുഴുങ്ങുന്നത്. ഇതിൻ്റെ അടിയിൽ ഈ വിറക് ഉപയോഗിച്ചാണ് ഒറ്റ പുഴുക്കുള്ളോട്ടാ. വിറക് തെങ്ങിൻ്റെ വിറകാണ് മെയിനായിട്ട് പുഴുങ്ങാൻ ഉപയോഗിക്കുന്നത്. ഈ തെങ്ങിൻ്റെ വിറകാണ് മുകളിൽ നമ്മൾ കാണുന്നത്. ഇനി നമുക്ക് അരികൾ പരിചയപ്പെടാട്ടാ. ഒന്നുകൂടി പറയും. പട്ടാമ്പി 100% തവിടുകളുണ്ട്. 2 മാത്രം കളഞ്ഞിട്ടുള്ള ഇത്. പിന്നെ പൗർണമി കഞ്ഞിക്ക്. ഇത് പൗർണമി കഞ്ഞി വയ്ക്കാനുള്ളത്. ഇത് നുറുങ്ങിണ്ട് അല്ലേ? കുഞ്ഞു നെല്ലിൻ്റെ അരിയാണ്.
ഇത് ഇത് തന്നെയല്ലേ കൊയ്ത വശം തന്നെ പുഴുങ്ങി കുത്തിയേക്കണ അരി പുതിയ നെല്ലിന്റെ അരി അതന്നെ ഇപ്പം ശ്രേയസാണ് അത്. അതിലും തവിട് 40% തന്നെ ഉണ്ട്. അത്രയും കിട്ടുള്ളൂ തവിട്. അധികം പൊടിഞ്ഞു പോകും മീൻ കണ്ട ഇതില് തവിട് 50% തവിടുണ്ട്. ആ നമുക്ക് നല്ല അരി ഉണ്ടാവും. ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന അരി ജ്യോതി അതിന്റെ നീലമക്കല്ലേ ഇതും തന്നെ തന്നെ. പക്ഷെ കഞ്ഞി വെക്കാൻ ആൾക്കാർ മേടിച്ചോണ്ട് ഇതും തന്നെയല്ലേ. അല്ല ചിലവർക്ക് ജ്യോതിന് ഇഷ്ടം, ചിലവർക്ക് അങ്ങനെ പല ആൾക്കാർക്ക് പല ഉമ്മ തന്നെയാണ്. ഉമ്മ ഇതൊക്കെ ഉമ്മയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ സെയിലുള്ളത്. വടിമട്ട നമ്മുടെ ജ്യോതി ഇത് പച്ചരി. ഇത് പൗർണമി അല്ലേ? പച്ചരി പൗർണമിയുടെ പച്ചരി ഇട്ടത്. അതെ കുറച്ച് തവിട് കുറഞ്ഞിട്ട് അവന് അത് പറ്റില്ല, തവിടുള്ളത് പറ്റില്ല. ഇത് നല്ല അരിയാണ്. ഇതിപ്പോ നല്ല സെയിലാണ്. ഇത് പച്ചരി പച്ചരി കുത്തണത് ഫുൾ റെഡ്. തവിട് കളയാണ്ട് കുത്തുന്ന മെഷീനാണ് ഇത്. ഇതാണ് പച്ചരി കണ്ട. ഇതിൻ്റെ ഭൂമി മാത്രം കളഞ്ഞിട്ട് കുത്തിച്ചേരുന്നതാണ് പച്ചരി കുത്തി. മറ്റേത് നമ്മൾ 3 ആദ്യം കണ്ടത് പുഴുങ്ങിയ നെല്ല് കുത്താളുള്ളത്. ചോദിക്കാം. കൃഷിയിൽ റിട്ടയർമെന്റ് ഇല്ലല്ലോ. അപ്പൊ ചേട്ടാ ആദ്യം ഇവിടെ ജോലി ചെയ്യുന്നു മാളയില് എന്തിലായിരുന്നു? KCB-ലും ചെയ്യുന്നത്. ഓവർസിയറായിട്ട് ജോലി ചെയ്ത് അതിന് റിട്ടയർ ആയതിനു ശേഷമല്ലേ തുടങ്ങിയത്? റിട്ടയർ ചെയ്ത് 3 മാസത്തിനകത്ത് ഞങ്ങൾ തുടങ്ങി. അപ്പോഴും ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. 2008 തുടങ്ങി കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ നെല്ല് കൊടുക്കുമ്പോ 4 രൂപയാണ് തരണേ. പിന്നെ സൂക്ഷിച്ച് വെക്കാൻ സ്ഥലമില്ല. അങ്ങനെയൊക്കെ ആവുമ്പോ കൃഷി നിന്ന് പോയി. ഇപ്പൊ എന്താ വെച്ചാൽ ഇതുള്ള കാരണം എന്തോരം വേണമെങ്കിലും കൃഷി ചെയ്യാം, ആർക്കാണെങ്കിലും കൃഷി ചെയ്യാം. ഇപ്പൊ 15 ഏക്കർ ചെയ്യുന്നുണ്ട്. നല്ല കൃഷിക്കാർ നെല്ല് പാട്ടത്തിന് ചെയ്യാറുണ്ട്. പാട്ടത്തിന് 15 ഏക്കർ. ബാക്കി സ്വന്തമായിട്ട് സ്വന്തം 2 ഏക്കറേ ഉള്ളൂ. പിന്നെ കൃഷിക്കാരൻ നെല്ല് കൊണ്ടുവരും. നല്ല കൃഷിക്കാരൻ നെല്ലെടുക്കും. ഇപ്പൊ മോശം കൃഷിക്കാരെ ഈ തവണ ഒടുങ്ങി എടുക്കില്ല. എന്ന് വെച്ചാൽ നല്ല അരിയെ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നല്ല അരിയെ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഈ തവണ ഒടുങ്ങി പാട്ട കൃഷിക്കാരൊന്നും എടുക്കില്ല. അവര് വല്ലോണം ഉണ്ടാക്കി വല്ലോണം കൊടുക്കണം. നമുക്ക് ആ അരി പറ്റില്ല. നല്ല അരി മാത്രം കൊടുക്കും. നെല്ലൊരു 12 തരം ഉണ്ടാവും എല്ലാ സമയത്തും. ജ്യോതി, ഉമ, ശ്രേയസ്, പൗർണമി, മനുപ്രിയ, പൊക്കാളി, കൊറേ തരം. പഴയ നിലവിൽ പൊക്കാളി ഇതൊക്കെ വരാറുണ്ട്. എല്ലാ തരം നെല്ല് വരും ഇവിടെ. മേടിക്കാൻ പിന്നെ കുത്തിക്കാൻ കൊണ്ടുവരാറുണ്ടല്ലേ? കുത്തിക്കാൻ എല്ലാ അമ്പലത്തിൽ നിന്നും കൊണ്ടുവരുന്നുണ്ട്. ഏതെല്ലാം അമ്പലങ്ങളില്ല? കൊടുങ്ങല്ലൂർ അമ്പലം, അവണങ്ങാട്ട് കളരി, അവരൊക്കെ അരി കൊടുക്കുന്ന അവിടെ വഴിപാട് കിട്ടുന്ന നെല്ല് അരിയാക്കിയിട്ട് അവിടെ തന്നെ ഉപയോഗിക്കുന്നു അന്നദാനത്തിനും. അവർക്ക് ഇപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലൊക്കെ എന്തോ പ്രത്യേകത ഒരു അപ്പുണ്ട്, അതുണ്ടാക്കണം. അവരെ അരി ഉണ്ടാവും. ഈ അരിയുണ്ട്. അത് പച്ചരിയാണ് കൊടുങ്ങല്ലൂർ. അത് പച്ചരി. കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പച്ചരി. മറ്റേ അവണങ്ങാട്ട് ഒരു ദിവസം 200 കിലോ അരി വേണം. ഇപ്പൊ തീർന്നേക്ക അവര്. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന അറിയില്ല. അവരും കൃഷി ചെയ്യുന്നുണ്ട് 40 ഏക്കർ. അവരെ ജൈവ അരി ഉണ്ടാക്കി അവര് കൊടുക്കണ്ട 70 രൂപയ്ക്ക്. ഫുള്ള് ബ്ലാക്ക് അരി. ഫുള്ള് വെച്ചിട്ട് അതിന് പ്രത്യേക രുചിയാണ്. അത് കിട്ടിയില്ലെങ്കിൽ ആൾക്കാർക്ക് പ്രശ്നമാണ്. ഇത്തിരി തവിട് കുറവായി കഴിഞ്ഞു കഴിഞ്ഞാല് വേറെ അരിയാണെന്നാണ് അവര് പറയുന്നത്. ആൾക്കാരെ അങ്ങനെയായി മാറി. ഇവിടെ എത്ര വർഷമായി? 2019 പാനറ്റിൽ തുടങ്ങി. അപ്പൊ തന്നെ 3 മാസത്തിനുള്ളിൽ തുടങ്ങി. ഇപ്പൊ എങ്ങനെ കച്ചവടമൊക്കെ? 200 ടണ്ണാണ് കഴിഞ്ഞ കൊല്ലം മൊത്തം ചെയ്തത്. അല്ല 100 ടൺ. ഈ തവണ അത് 200 ടണ്ണാവും. അതിനനുസരിച്ച് അത്ര ആൾക്കാരുണ്ട്. ഇപ്പൊ കൊടുക്കാൻ സാധനം ഇല്ലാത്ത കുഴപ്പമുള്ളൂ. ആൾക്കാർ കേട്ടറിഞ്ഞ് കണ്ടമാനം വാങ്ങിച്ചവര് തന്നെ. ഇപ്പൊ ഒരു വീട്ടില്, നിങ്ങളുടെ വീട്ടിൽ വന്ന ഒരാള് ഭക്ഷണം കഴിച്ചാൽ ഈ അരി എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ അയാൾ അന്വേഷിച്ചു വിടുവരാണ്. എത്ര അകലെ എന്നുള്ളത് വിഷയമല്ല. 5 കിലോ മേടിക്കാൻ 50 കിലോ അകലെന്ന് വരുന്നവരുണ്ട്. ആൾക്കാര് അങ്ങനെ ജൈവ കൃഷി. അങ്ങനെയല്ല, ഇതിന് പ്രത്യേക രുചിയുണ്ട് ഈ അരിക്ക്. ഈ അരി കഴിച്ച് ശീലിച്ച വേറെ അരി തിന്നാൻ പറ്റില്ല. അതാണ് കറക്റ്റ്. നമ്മള് അതുകൊണ്ടാണല്ലോ വീണ്ടും വീട്ടിങ്ങനെ വന്നുകൊണ്ടേ. ഇത് കഴുകുമ്പോ പണ്ടത്തെ അരി എടുക്കണ അതേ മണമില്ലേ? നല്ല മണം. അരിക്കുണ്ട് മണം, ചോറിനുണ്ട് എല്ലാം. കുറച്ച് ദിവസം ഇപ്പൊ വരാൻ പറ്റില്ല. കാരണം കഴിക്കാനായപ്പോഴേ ഒരു സുഖമില്ല, ഭയങ്കര ബുദ്ധിമുട്ട് പോലെ. 25 കിലോ ചേച്ചി കുത്തി തരാൻ. ഇപ്പൊ ഇവിടെ നമുക്കുള്ള അരി കുത്തിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മളൊരു ഏകദേശം 25 കിലോ അരിയാണ് മേടിച്ചത്. 5 കിലോ തവിടില്ലാതെയും ബാക്കി 20 കിലോ തവിടോട് കൂടിയിട്ടാണ് മേടിച്ചത്. നമ്മൾ തവിടില്ലാതെ മേടിച്ചതിന്റെ കാരണം ചേട്ടൻ തവിടുള്ള അരിയുടെ ചോറ് ഉണ്ണില്ല, തീരെ ഇഷ്ടമല്ല ചേട്ടന്. എനിക്ക് അമ്മയ്ക്ക് അച്ഛനൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ചേട്ടന് വേണ്ടിയിട്ട് ഒരു 5 കിലോ തീരെ തവിടില്ലാത്ത നമ്മൾ മേടിച്ചിട്ടുണ്ട്.
അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ എത്ര ശതമാനം തവിട് വേണമെന്ന് പറയണോ അത്രയും ശതമാനത്തിൽ അവർ കുത്തി തരും. ഇപ്പോൾ 50%, 45%, അപ്പോൾ അങ്ങനെ അവർ കുത്തി തരും കേട്ടോ. പിന്നെ മൊത്തം ജൈവമായിട്ടുള്ള രീതിയാണ് ഇവിടെ, പരമ്പരാഗത രീതിയും കൂടിയാണ്. പിന്നെ ഇത് അരിയിലത്തെ കല്ല് കളയണ മെഷീനാണ് കേട്ടോ. നമ്മൾ വീട്ടിലേക്ക് അരിയൊക്കെ മേടിച്ച് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ മില്ലിൻ്റെ കോൺടാക്റ്റ് നമ്പറും ഡീറ്റെയിൽസും നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്ത് അരി മേടിക്കുക. നല്ല ജൈവ അരികളാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പരമാവധി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്.